അർജുനായുള്ള കാത്തിരിപ്പിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് ഭാരത് ബെൻസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ. സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ വാഹനം ഓൺ ചെയ്യാൻ സാധിച്ചാൽ 3 മുതൽ 10 ദിവസം വരെ ക്യാബിനുള്ളിൽ പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നാണ് കമ്പനിയുടെ അവകാശവാദം. കൊച്ചിയിൽ നിന്നും വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു നാട് മുഴുവൻ അർജുൻ്റെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നാട് നോക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നത് ആ അർജുൻ ഉപയോഗിച്ചിരുന്ന വാഹനം തന്നെയാണ്. അത്യാധുനിക സുരക്ഷാ സൗകര്യങ്ങൾ എല്ലാം ഉള്ള ഒരു വാഹനമാണ്. നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് അർജുൻ ഇതിനകത്തുണ്ട് എങ്കിൽ, ഈ വാഹനത്തിലുണ്ട് എങ്കിൽ ഉറപ്പായും സുരക്ഷിതമായിരിക്കും എന്നാണ് ഈ വാഹനത്തിൻ്റെ അധികൃതർ വ്യക്തമാക്കുന്നത്. 12 വീൽ വാഹനമാണ്. ഇതാണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക്. ഇത് ഏകദേശം 350 ലിറ്റർ 360 ലിറ്ററാണ് ഡീസൽ കപ്പാസിറ്റി ഉള്ളത്. ഇതിനകത്ത് അർജുൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും എന്ന് പറയാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്ന് മനസ്സിലാകാം. അത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് GPS സിസ്റ്റമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഈ വാഹനം എവിടെ വെച്ചാണോ അവസാനമായി ഓഫായത്, അതൊരു പക്ഷേ 1 വർഷത്തിനപ്പുറവും ആ വാഹനം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കണ്ട് പിടിക്കാനാകും എന്നാണ് ഇവിടെയുള്ള ഈ എക്സ്പേർട്സ് എല്ലാം മനസ്സിലാക്കുന്നത്. ട്രക്ക് കണക്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ ട്രക്ക് കണക്ട് മുഖാന്തരമാണ് അത് GPS ട്രാക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് അർജുൻ്റെ GPS ട്രാക്ക് ചെയ്യാനായിട്ട് ഭാരത് ബെൻസ് കമ്പനിക്ക് സാധിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. ഈ വാഹനത്തിൻ്റെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ കൂടി അർജുൻ്റെ ജീവൻ പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കും എന്നുള്ള വിലയിരുത്തലാണ്. അർജുൻ വാഹനത്തിനുള്ളിലുണ്ട് എങ്കിൽ പൂർണ്ണ സുരക്ഷിതനായിരിക്കും. ഒരു 10 ദിവസം വരെയൊക്കെ വാഹനത്തിനകത്ത് അങ്ങനെ ഈ എയറൊക്കെ വലിച്ച് വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണെങ്കിൽ അത് സാധ്യമാകും എന്നാണ് ഈ വിദഗ്ധർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അർജുൻ പടപുരുതി വിജയിച്ച് തിരിച്ചു വരും എന്നുള്ളതാണ് നമ്മളും കരുതുന്നത്.